നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ ഈ വർഷത്തെ വിശുദ്ധ മാസമായ റമദാൻ മാർച്ച് 23 വ്യാഴാഴ്ച മുതൽ തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. അതായത് ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഇത്തവണത്തെ റമദാൻ മാസം 29 ദിവസം നീണ്ടു നിൽക്കുമെന്നാണ്. ഈദ് അൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ഏപ്രിൽ 21 വെള്ളിയാഴ്ച ആയിരിക്കുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാനാണ് ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ റമദാൻ വ്രതാരംഭം, ഈദുൽ ഫിത്തർ തുടങ്ങിയവയുടെ സാധ്യതാ തീയതികൾ ഒരു വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ പകുതിയിലധികം ഇസ്ലാമിക അറബ് രാജ്യങ്ങളിലും ഈ വർഷം ഒരേ ദിവസമായിരിക്കും റമദാൻ വ്രതാരംഭം. എന്നാൽ ചില രാജ്യങ്ങളിൽ റമദാനിന്റെ അവസാന ദിവസം വ്യത്യസ്തമായിരിക്കും. ചില പ്രദേശങ്ങളിൽ അവസാന ദിവസം ചന്ദ്രനെ കാണുക ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ് ഇതിന് കാരണം. എമിറേറ്റ്സിലെ ജനങ്ങൾ ദിവസവും 14 മണിക്കൂർ വരെ വ്രതം അനുഷ്ഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റമദാനിന്റെ തുടക്കത്തിൽ 13 മണിക്കൂറും 30 മിനിറ്റും സമയം നോമ്പ് നീണ്ടു നിൽക്കുന്നതാണ്. അങ്ങനെ ഹിജ്രി ഇസ്ലാമിക് കലണ്ടർ പ്രകാരം റമദാൻ 29 മുതൽ ഷവാൽ 3 വരെയാണ് UAE-യിലെ ഔദ്യോഗിക ഈദ് അൽ ഫിത്തർ അവധി ദിനങ്ങൾ. ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഏപ്രിൽ 20 വ്യാഴാഴ്ച മുതൽ ഏപ്രിൽ 23 ഞായർ വരെയായിരിക്കും അവധി. പക്ഷേ റമദാനിന്റെയും ഈദ് അൽ ഫിത്തറിന്റെയും കൃത്യമായ ആരംഭം ചന്ദ്രദർശന സമിതിയാണ് സ്ഥിരീകരിക്കുക. അതിനനുസരിച്ച് ഇതിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ 1-നാണ് വിശുദ്ധ മാസം തുടങ്ങിയത്. ഇസ്ലാമിക കലണ്ടർ പ്രകാരമാണ് റമദാൻ തീരുമാനിക്കുന്നത്. ഇത് പ്രകാരം ഒരു വർഷം 12 ചാന്ദ്രമാസങ്ങളായി 354 ദിവസം അല്ലെങ്കിൽ 355 ദിവസമാണ് ഉണ്ടാവുക. ഇക്കാരണത്താൽ ഗ്രിഗോറിയൻ കലണ്ടറിനെ അപേക്ഷിച്ച് ഹിജ്രി വർഷം ഓരോ വർഷവും 10 ദിവസം മുമ്പ് പൂർത്തിയാവും. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ 1-നായിരുന്ന റമദാൻ വ്രതാരംഭം ഇത്തവണ മാർച്ച് 23-ലേക്ക് നേരത്തെ എത്തുന്നത്. ഈ വർഷം റമദാനിൽ കാലാവസ്ഥ മിതമായിരിക്കുമെന്നും താപനില 17 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്നും അൽ ജർവാൻ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം തന്നെ ഈദ് അൽ അദ്ഹ അഥവാ ബലിപ്പെരുന്നാളിന്റെ സാധ്യതാ തീയതിയും അൽ ജർവാൻ പ്രഖ്യാപിച്ചു. ഇസ്ലാമിക മാസമായ ദുൽ ഹിജ്ജയുടെ ആദ്യ ദിനം ജൂൺ 19 തിങ്കളാഴ്ചയായിരിക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇതുപ്രകാരം ഈദ് അൽ അദ്ഹ അഥവാ ദുൽഹിജ്ജ 10 ജൂൺ 28 ബുധനാഴ്ചയായിരിക്കും. ഈദിന് ഒരു ദിവസം മുമ്പ് വരുന്ന അറഫ ദിനം അഥവാ ജൂൺ 27 ചൊവ്വാഴ്ച മുതൽ ജൂൺ 30 വെള്ളി വരെ അവധിയായിരിക്കും. എമിറേറ്റ്സിന്റെ പൊതു സ്വകാര്യ മേഖലകളിലെ അവധി ദിനങ്ങൾ UAE ക്യാബിനറ്റ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. പുതുവത്സര ദിനത്തിന് ശേഷം UAE-യിൽ വർഷത്തിൽ 4 പ്രധാന അവധിക്കാലങ്ങളുണ്ടാകും. ഈദ് അൽ ഫിത്തർ, അറഫ ദിനവും ഈദ് അൽ അദ്ഹയും ഹിജ്രി പുതുവർഷം, അനുസ്മരണ ദിനം ഉൾപ്പെടുന്ന ദേശീയ ദിനം എന്നിവയാണവ. എന്നാൽ ഈ വർഷം UAE-യിൽ 2 ചന്ദ്രഗ്രഹണങ്ങൾ ദൃശ്യമാകുമെന്നും അൽ ജർവാൻ വെളിപ്പെടുത്തി. ആദ്യത്തേത് മെയ് 5-ന് ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണവും ഒക്ടോബർ 28-ന് ഭാഗിക ചന്ദ്രഗ്രഹണവും ദൃശ്യമാകും. ഓഗസ്റ്റ് 31-ന് ഒരു സൂപ്പർമൂൺ ദൃശ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഈ വർഷം നിരവധി ഉൽക്കാവർഷങ്ങൾ ഉണ്ടാകുമെന്നും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.